രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം 16. രമല്യാവിൻ്റെ മകൻ പേക്കഹിൻ്റെ 17-ാം ആണ്ടിൽ യഹൂദ രാജാവായ യോഥാമിൻ്റെ മകൻ ആഹാസ് രാജാവായി. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ 20 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 16 വർഷം വാണു. തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ തൻ്റെ ദൈവമായ കർത്താവിന് പ്രസാദമായതു ചെയ്തില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ നടന്നു. ദൈവം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾക്കനുസരിച്ച് തൻ്റെ മകനെ അഗ്നിപ്രവേശവും ചെയ്യിച്ചു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിൻ കീഴിലെല്ലാം ബലി കഴിച്ചും ധൂപിച്ചും പോന്നു. അക്കാലത്ത് ആരാം രാജാവായ രസീനും ഇസ്രായേൽ രാജാവായ രമല്യാവിൻ്റെ മകൻ പേക്കഹും യെരൂശലേമിനു നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്ന ആഹാസിനെ നിരോധിച്ചു. അവനെ ജയിപ്പാൻ അവർക്ക് സാധ്യമായില്ല. അന്ന് ആരാം രാജാവായ രസിൻ ഏലത്ത് വീണ്ടെടുത്തു. ആരാമിനോട് ചേർത്തു. യഹൂദന്മാരെ ഏലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആരാമ്യർ ഏലത്തിൽ വന്ന് ഇന്നുവരെയും അവിടെ പാർക്കുന്നു. ആഹാസ് ആസൂർ രാജാവായ തിഗ്ലത്ത് പിലേസരിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ അങ്ങയുടെ ദാസനും അങ്ങയുടെ പുത്രനുമാകുന്നു. അങ്ങ് വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന ആരാം രാജാവിൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു. അതിനായിട്ട് ആഹാസ് ദൈവാലയത്തിനും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നും എടുത്തു ആസൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. ആസൂർ രാജാവ് അവൻ്റെ അപേക്ഷ കേട്ടു. ആസൂർ രാജാവ് ദമസ്കോസിലേക്ക് ചെന്ന് അതിനെ പിടിച്ചു. അതിലെ നിവാസികളെ കീരിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയി രസീനെ കൊന്നുകളഞ്ഞു. ആഹാസ് രാജാവ് ആസൂർ രാജാവായ തിഗ്ലത്ത് പിലേസരിനെ എതിരേൽപ്പാൻ ദമസ്കോസിൽ ചെന്നു. ദമസ്കോസിലെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിൻ്റെ ഒരു രൂപവും അതിൻ്റെ എല്ലാ പണിയോടുകൂടിയുള്ള മാതൃകയും ഊരിയാ പുരോഹിതന് കൊടുത്തയച്ചു. ഊരിയാ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു. ആഹാസ് രാജാവ് ദമസ്കോസിൽ നിന്നയച്ച പ്രകാരമെല്ലാം ആഹാസ് രാജാവ് ദമസ്കോസിൽ നിന്ന് വരും മുമ്പായി ഊരിയാ പുരോഹിതൻ പണി തീർത്തു. രാജാവ് ദമസ്കോസിൽ നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു. രാജാവ് യാഗപീഠത്തിങ്കൽ ചെന്ന് അതിന്മേൽ ബലികരേറ്റി ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിച്ചു. പാനീയയാഗവും പകർന്നു സമാധാനയാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു. ദൈവസന്നിധിയിലെ താമരയാഗപീഠം അവൻ ആലയത്തിൻ്റെ മുൻവശത്ത് തൻ്റെ യാഗപീഠത്തിനും ദൈവാലയത്തിനും മധ്യേ നിന്നു നീക്കി തൻ്റെ യാഗപീഠത്തിൻ്റെ വടക്ക് വശത്ത് കൊണ്ടുപോയി വച്ചു. ആഹാസ് രാജാവ് ഊരിയാ പുരോഹിതനോട് കൽപ്പിച്ചത് ഹനനയാഗങ്ങളുടെയും രക്തമെല്ലാം തളിക്കുകയും ചെയ്യണം. താമരയാഗപീഠത്തെ പറ്റിയോ ഞാൻ ആലോചിച്ചു കൊള്ളാം. ആഹാസ് രാജാവ് കൽപ്പിച്ചതുപോലെയെല്ലാം ഊരിയാ പുരോഹിതൻ ചെയ്തു. ആഹാസ് രാജാവ് പീഠങ്ങളുടെ ചട്ടപ്പലക കണ്ടിട്ട് തൊട്ടിയെ
അവരുടെ മേൽ നിന്ന് നീക്കി. താമ്രക്കടലിനെയും അതിൻ്റെ കീഴെ നിന്ന താമ്രക്കളപ്പുറത്തു നിന്ന് ഇറക്കി ഓരോ കൽത്തളത്തിന്മേൽ വച്ചു. ആലയത്തിൽ ഉണ്ടാക്കിയിരുന്ന ശാപത്ത് താഴ്വരയും രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും ആസൂർ രാജാവിനെ ആദരിച്ച് ദൈവാലയത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ആഹാസ് ചെയ്ത മറ്റുള്ള കാര്യങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആഹാസ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകൻ ഹെസക്കിയ അവന് പകരം രാജാവായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.